ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാനീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ചൈതന്യ ചരിതാമൃതം സെഷനിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസ്, അതായത് ആദി ലീലയിലെ 17ാമത്തെ അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നത് ഇതില് നിങ്ങള് കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും കണ്ടുമുട്ടിയത്, പിന്നെ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് ഈശ്വരപുരിയിൽ നിന്നും ദീക്ഷ എടുത്തത്, പിന്നെ നിത്യാനന്ദ പ്രഭുവിനെയും ചൈതന്യ മഹാപ്രഭുവിനെയും എങ്ങനെയാണ് സച്ചി മാത കൃഷ്ണ ബലരാമന്മാരായിട്ട് കണ്ടത്, ഷഡ്ഭുജ വിശ്വംഭര ആരാണ്, ചതുർഭുജ വിശ്വംഭര ആരാണ്, ഇതെല്ലാം കണ്ടു. ഇപ്പോ നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തില് വളരെ ഒരു വളരെ ഒരു രഹസ്യമായിട്ടുള്ള പാസ്റ്റ് ടൈമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ നമ്മൾക്ക് അതിന്റെ റെഫറൻസ് ചൈതന്യ ഭാഗവതത്തിൽ നിന്നുമാണ്. നമുക്ക് ചൈതന്യ ചരിതാമൃതം ആ ശ്ലോക വായിക്കാം. അതിനോടൊപ്പം തന്നെ ചൈതന്യ ഭാഗവതത്തിൽ നിന്നുമുള്ള ഈ ഒരു സ്പെഷ്യൽ ലീല, അതെന്ത് ലീലയാണ് എന്ന് നമുക്കൊരു ചെറിയ കീർത്തനത്തിന് ശേഷം കേൾക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതം ഒന്നാമത്തെ അധ്യായം 17ാമത്തെ ആദി ലീല 17ാമത്തെ അധ്യായം 18ാമത്തെ ശ്ലോകത്തിലേക്കാണ് കിടക്കുന്നത്. ഇത് ചൈതന്യ ചരിതാമൃതത്തില് വളരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ഇവിടെ അല്ല.
മധ്യലീല, അന്ത്യലീല ഈ ഒരു ഭാഗങ്ങളില് അദ്ദേഹത്തിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസിനെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മൾക്ക് ചൈതന്യ ഭാഗവതത്തിൽ നിന്നും ഈ ഒരു ശ്ലോകത്തിന്റെ ഒരു ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പർപ്പട്ടും വായിച്ച് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോ 18ാമത്തെ ശ്ലോകം. തബേ സപ്ത പ്രഹാരശീല പ്രഭു ഭാവവേശേ യഥാ തഥാ ഭക്തഗണ ദേഖില വിശേഷേ. തബേ സപ്ത പ്രഹാരശീല പ്രഭു ഭാവവേശേ യഥാ തഥാ ഭക്തഗണ ദേഖില വിശേഷേ. तबे सप्त प्रहाराचील प्रभु भावावेशे यथा तथा ഭക്തഗണ ദേഖില വിശേഷേ. ഇതിനു മുമ്പെയുള്ള ശ്ലോകത്തില് എന്താണ് സച്ചിമാത എങ്ങനെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും രാമകൃഷ്ണന്മാരായിട്ട് കണ്ടത്, ബലരാമനെയും കൃഷ്ണനെയും എങ്ങനെയാണ് കണ്ടത്, അതിനുശേഷം ജഗായി മഥായിയുടെ എന്താണ് ഡെലിവറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് വളരെ ഗൂഢമായിട്ടുള്ള കാര്യമാണ്. ഇത് മഹാപ്രകാശ ലീല എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്. എന്താണ് ഈ മഹാപ്രകാശ ലീല എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എന്താണ് ശ്രീ പ്രഭുപാദ് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തബേ സപ്തപ്രഹാര ശീല പ്രഭു ഭാവാവേശി. അതായത് സപ്തപ്രഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 മണിക്കൂറുകൾ, നീണ്ട 21 മണിക്കൂറുകൾ ചൈതന്യ മഹാപ്രഭു തന്റെ ഭാവ ആവേശത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. യഥാ തഥാ ഭക്തഗണ ദേഖില വിശേഷി. ഭക്തന്മാര് പലതരത്തിലുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സും അദ്ദേഹത്തിന്റെ ഭക്തന്മാരും പലതരത്തിലുണ്ട്. അപ്പം ഈ മഹാപ്രകാശ ലീലയില് ഓരോ ഭക്തന്മാരും അവരവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ള മഹാപ്രഭുവിന്റെ രൂപമാണ് കണ്ടത് എന്നാണ്. നമുക്ക് ചെറിയ ആ പർപ്പുട്ടിലേക്കും കൂടെ ഒന്ന് കടക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. After this incident, the Lord remained in an ecstatic position for 21 hours, and all the devotees saw his specific pastimes. അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ, അതായത് പ്രഭുപാദിന്റെ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ഈ മഹാപ്രകാശ ലീലയെ കുറിച്ച് പറയുന്നത്. അപ്പോ ഇതിനുള്ളില് ഈ എന്താണ് ഭാവ ആവേശം ചെയ്യുന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിനെ വളരെയധികം ഓപ്പുലന്റ് ആയിട്ട് വർഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആരാധിച്ചു. ഇനി all the devotees worshipped Lord Chaitanya Mahaprabhu in this way, and the Lord remained in ecstasy for 7 praharas, അതായത് 21 മണിക്കൂറുകൾ. He took this opportunity to show the devotees that he is the original supreme. ചൈതന്യ മഹാപ്രഭു അതിന്റെ അകത്ത് ഈ ഒരു മഹാപ്രകാശ ലീല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആരാണ് അദ്ദേഹം എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് അറിയില്ല. അപ്പോ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ചെയ്ത ലീലയാണ് എന്ത് പറയുന്നത്, മഹാപ്രകാശ ലീല എന്ന് പറയും. അപ്പോ ഉദാഹരണത്തിന് പ്രഭുപാദ് പറയുന്നു, ഭഗവാൻ പറയുന്നു അഹം സർവസ്യ പ്രഭവ മത സർവം പ്രവർത്തത്തെ എന്ന് പറയും. All the different forms of the Supreme Personality of Godhead or Vishnu Tattva emanate from the body of Lord Krishna. Lord Chaitanya Mahaprabhu exposed all the private desires of the devotees, and thus all of them became fully confident that Lord Chaitanya is the Supreme Personality of Godhead. അതായത്
ഈ മഹാപ്രകാശ ലീല നടക്കുമ്പോ ആ 21 മണിക്കൂറുകൾ അവിടെ എന്താണ് സംഭവിച്ചത്? ശ്രീവാസാങ്കണിലാണ് ഇത് സംഭവിക്കുന്നത്, മഹാപ്രകാശ ലീല. അപ്പൊ ശ്രീവാസാങ്കണില് അവിടെ അടച്ചിട്ട ഒരു സ്ഥലത്ത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡിവോട്ടീസ് മാത്രം ഇരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യുന്നു? തന്റെ വിശിഷ്ടരായ ഭക്തന്മാർക്ക്, അതായത് പ്രത്യേകം തന്നോട് അത്രയധികം മമതയുള്ള തന്റെ ഭക്തന്മാർക്ക്, അവിടെ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരുടെ എല്ലാം മനസ്സിലെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കതായിട്ട് എന്ത് ചെയ്തു? തന്റെ വിവിധ തരത്തിലുള്ള ഫോംസ് അല്ലെങ്കിൽ രൂപങ്ങളെ, അവതാരങ്ങളെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. Some devotees call this exhibition of ecstasy by the Lord Shata Prahariya Bhava എന്ന് പറയും, or the ecstasy of 21 hours. And others call it Mahabhava Prakasha, പല പേരും ഉണ്ട് അതിന്, or മഹാപ്രകാശ. ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ ആചാര്യന്മാര് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡിവോട്ടീസ് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് മഹാപ്രകാശ ലീല എന്നാണ്. ആ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. There is a description of this Shata Prahariya Bhava in the Chaitanya Bhagavata, Madhya Kanda, chapter 9, which mentions that Sri Chaitanya Mahaprabhu blessed a maid servant named Dukhi with the name Sukhi. He called for Kolavecha Sridhar and showed him his Mahaprakash. Then he called for Murari Gupta and showed him his features as Lord Ramachandra. He offered his blessings to Haridas Thakur, and at this time he also asked Advaita Prabhu to explain the Bhagavad Gita as it is and showed special favor to Mukunda. ആരെയൊക്കെയാണ് വിളിച്ചത്? ഒന്ന്, അവിടെ ഒരു മെയ്ഡ് സെർവന്റ് ഉണ്ടായിരുന്നു, ഒരു ദാസി. ആ ദാസിയുടെ പേര് ദുഃഖി എന്നായിരുന്നു. പക്ഷെ മഹാപ്രഭുവിനെ കണ്ട് അതിന്റെ എക്സ്റ്റസിയില്, മഹാപ്രഭുവിന്റെ മഹാപ്രകാശ ലീല കണ്ട് ഇതിന്റെ എക്സ്റ്റസിയില് ദുഃഖി ആരായി മാറി? സുഖിയായി മാറി എന്ന് പറയും. അതിനുശേഷം അദ്ദേഹം ഖോലവേച്ച ശ്രീധരനെ വിളിച്ചിട്ട് തന്റെ ഫോം കാണിച്ചു കൊടുത്തു. വീണ്ടും മുരാരി ഗുപ്ത, അദ്ദേഹം ഒരു രാമഭക്തനാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? മുരാരി ഗുപ്തയ്ക്ക് തന്റെ രാമ അവതാരം കാണിച്ചു കൊടുത്തു. വീണ്ടും ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചിട്ട്, ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേ പോകൂല. കാരണം എന്താണ്? താൻ വളരെയധികം നീചമായിട്ടുള്ള ജാതിയിൽ ജനിച്ചവനാണ്. അദ്ദേഹം ഒരു മ്ലേച്ഛ ജാതിയിൽ ജനിച്ചവനായിരുന്നു, പക്ഷെ പരിശുദ്ധ ഭക്തനുമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ എപ്പോഴും തന്റെ വിനയാന്വിതനായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേ പോകാതെ മാറി നിൽക്കുന്ന അദ്ദേഹത്തോടും ചൈതന്യ മഹാപ്രഭു തന്റെ ഹൃദയം തുറക്കുകയാണ് ഉണ്ടായത്. വീണ്ടും അദ്വൈതാചാര്യരെ വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം മുകുന്ദൻ എന്ന് പറയുന്ന തന്റെ, മുകുന്ദദത്ത എന്ന് പറയുന്ന തന്റെ ഭക്തനോട് ഒരു സ്പെഷ്യൽ മേഴ്സി കാണിച്ചു. ഈ 4 കാര്യങ്ങളാണ് മഹാപ്രകാശ ലീലയിൽ വിവരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ കാണാം നമുക്ക്. 1, മുരാരി ഗുപ്ത. 2, ഹരിദാസ് ഠാക്കൂർ. 3, അദ്വൈത ആചാര്യ. 4, പിന്നെ മുകുന്ദ. ഈ 4 കാര്യങ്ങളാണ് മഹാപ്രകാശ ലീല എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനകത്ത് ആചാര്യന്മാര് പറയും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇത്, എവിടെയാണ് നടക്കുന്നത്? ചൈതന്യ മഹാപ്രഭു എപ്പോഴായിരുന്നപ്പോ ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിലായിരുന്ന സമയത്ത്. അവിടെ എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു 21 മണിക്കൂറുകൾ നേരം ചൈതന്യ മഹാപ്രഭു ആവേശം, അതായത് എക്സ്റ്റസി, ഉന്മാദം, അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ എക്സ്റ്റസിയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാർക്കെല്ലാം വളരെ പ്രത്യേകതയുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ എന്താണ് മുരാരി ഗുപ്തയോട് ചൈതന്യ മഹാപ്രഭു സംസാരിച്ചത് എന്ന് ബാക്കിയുള്ളവരാരും കേൾക്കുന്നില്ല. പക്ഷെ മുരാരി ഗുപ്തയ്ക്കാണ് ഇത് മനസ്സിലാകുന്നത്. മുരാരി ഗുപ്തയാണ് ചൈതന്യ മഹാപ്രഭുവിനെ എങ്ങനെ കാണുന്നത്? മുരാരി ഗുപ്തയോട് ചൈതന്യ മഹാപ്രഭു തന്റെ രാമ അവതാരം കാണിച്ചു കൊടുക്കുന്നു. ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും സീതാമാതാവും ചേർന്ന് ഉള്ള തന്റെ ഫോം അല്ലെങ്കിൽ രൂപം കാണിച്ചു കൊടുത്തു മുരാരി ഗുപ്തയ്ക്ക്. മുരാരി ഗുപ്ത അത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? മുരാരി ഗുപ്ത എന്നിട്ട് സ്വന്തമായിട്ട് നോക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? തനിക്ക് വാല് വന്നതായിട്ട് തോന്നുന്നു. ആർക്കാണ് വാലുള്ളത്? ഹനുമാൻ. അതായത് മുരാരി ഗുപ്ത സ്വയമേ എന്തായി മാറുന്ന കാഴ്ചയാണ് മുരാരി ഗുപ്തയ്ക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. ഹനുമാനായി മാറുന്ന കാഴ്ചയാണ് തോന്നുന്നത്. കാരണം എന്താണ്? അത് മുരാരി ഗുപ്ത എന്ന് പറയുന്നത് ഹനുമാന്റെ അവതാരമാണ് എന്നാണ് പറയുന്നത്.
ഇനി മുരാരി ഗുപ്ത ഇത് കണ്ടിട്ട്, അതായത് രാമചന്ദ്രമൂർത്തിയെ കണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ബോധം കെട്ട് വീഴുന്നു. അപ്പോഴേക്കും മുരാരി ഗുപ്തനെ എണീപ്പിച്ചിട്ട് ഭഗവാൻ മുരാരി ഗുപ്തയോട് എഴുന്നേൽക്കാൻ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ രാമനാണ്, നീ എന്റെ ഭക്തനായ ഹനുമാനാണ് അല്ലയോ മുരാരി എന്ന് പറയുന്നു. അപ്പോ എന്നിട്ട് ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയോട് പറയുകയാണ്, അത് എന്നുവെച്ചാൽ ആ പാസ്റ്റ് ടൈം ഇനാക്ട് ചെയ്യുവല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭാവാവേശത്തിന് രാമചന്ദ്രമൂർത്തിയുടെ ഫോമിലാണ് ആർക്ക് കാണാൻ പറ്റുന്നത്? മുരാരി ഗുപ്തയ്ക്ക് കാണാൻ പറ്റുന്നത്. എന്നിട്ട് മുരാരി ഗുപ്തയോട് പറയുകയാണ്, ലക്ഷ്മണൻ വന്നിട്ട് ആ ഇന്ദ്രജിത്തിന്റെ ശരങ്ങളേറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ബോധം നശിച്ചു കിടക്കുകയാണ് അല്ലയോ ഹനുമാൻ. ആരാണ് എന്തിനു വേണ്ടി പോയത്? ആ വലിയ മരുത്വ മലയിൽ നിന്നും ഔഷധങ്ങൾ അടങ്ങിയ ആ സസ്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആരെയാണ് വിട്ടത്? ഹനുമാനെയാണ് വിട്ടത്. ആ സമയമാണ് ഓർക്കുന്നത്. ആര് ഓർക്കുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുകയാണ്. അപ്പൊ മുരാരിഗുപ്ത ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോ ആ വലിയ മരുത്വ മലയുമായിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് സീതാമാതാവിന് ഒബീസൻസസും കൊടുത്തിട്ട് മുരാരിഗുപ്ത എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തന്റെ യഥാർത്ഥ അവബോധത്തിലേക്ക് വരും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ചൈതന്യ മഹാപ്രഭു രാമചന്ദ്രമൂർത്തി ആയിരുന്നു, മുരാരി ഗുപ്ത ഹനുമാനായിരുന്നു. അവിടെ എന്ത് ലീലയാണ് നടന്നത്? ആ സമയത്ത്, അതായത് ലക്ഷ്മണൻ ബോധം മറഞ്ഞു കിടക്കുമ്പോ എന്ത് ചെയ്യുന്നു? ഈ ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെട്ട ആളായിട്ട് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. അതാണ് ലീലയിൽ എന്ത് ചെയ്യുകയാണ്? പങ്കെടുക്കാൻ കൂടിയാണ് മുരാരി ഗുപ്തയ്ക്ക് പറ്റിയത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ത് പറഞ്ഞു? മുരാരി ഗുപ്തയോട് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു പറയുന്നു, മൗണ്ടൻ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഞാൻ ഇപ്പൊ മൗണ്ടൻ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞു മുരാരി ഗുപ്ത റെഡി ആയിട്ട് നിൽക്കുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? മുരാരി ഗുപ്ത എഴുന്നേൽക്കുമ്പോഴേക്കും തന്റെ മുന്നിൽ ചൈതന്യ മഹാപ്രഭു ആണോ എന്നും മനസ്സിലാക്കുന്നു. ഇത് ശ്രീവാസ് ഠാക്കൂറിന്റെ വീടാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് കരയുന്നു. എന്താണ് ഈ മഹാപ്രകാശ ലീലയിൽ ഭഗവാനെ കണ്ട് ചൈതന്യ മഹാപ്രഭു സ്വയം പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നല്ല, അവർക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം കരയുമ്പോ എന്ത് സംഭവിക്കും? ചൈതന്യ മഹാപ്രഭു നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോ മുരാരി ഗുപ്ത ചോദിക്കുന്നു, എനിക്ക് വരമൊന്നും വേണ്ട, എന്തെങ്കിലും തരത്തിൽ അങ്ങ് എനിക്ക് വരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം, എപ്പോഴും അങ്ങയുടെ സ്മരണ ഉണ്ടാകാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും. അല്ല, ഇനി അതുമല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അങ്ങയെ ഓർക്കുന്ന ഭക്തന്മാരോടൊപ്പം ജീവിച്ചു കൊള്ളാൻ വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും. അങ്ങയെ നിരന്തരം ദാസനായിട്ട്, അല്ല, അങ്ങയുടെ നിരന്തരം ദാസന്മാരായിട്ട് ആര് സ്വന്തമായി കണക്കാക്കുന്നുവോ, അതായത് ഭക്തന്മാർ, അവരുടെ കൂടെ ജീവിക്കാനുള്ള അവസരമാണ് എനിക്ക് വേണ്ടത്. എവിടെ അങ്ങ് അവതരിച്ചാലും എന്നും അങ്ങേക്ക് സേവനം ചെയ്യാൻ വേണ്ടി എനിക്കും അവസരം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുരാരി ഗുപ്ത എന്ത് ചെയ്യുന്നു? ചൈതന്യ മഹാപ്രഭുവിനോട് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ശരിക്കും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു, അദ്ദേഹം പരമദ്വൈതോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് മനസ്സിലാക്കി ഈസി ആയിട്ട് മുരാരി ഗുപ്തയ്ക്ക് എനിക്ക് മോക്ഷം വേണമെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ ഇല്ല. എന്താണ് ചോദിച്ചത്? എനിക്ക് എന്നും അങ്ങയുടെ സ്മരണ, എന്നും ഭക്തന്മാരോടുള്ള ഒപ്പം വസിക്കുവാനുള്ള അനുഗ്രഹം, ആരാണോ സ്വയം അങ്ങയെ അല്ല സ്വയം തന്നെ അങ്ങയുടെ ദാസനായി കരുതുന്നത് അവരോടൊപ്പം ജീവിക്കുവാനുള്ള അവസരം വേണം എന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് അഭ്യർത്ഥിക്കുന്നു. സാധാരണ മുരാരി ഗുപ്ത എന്ന് പറയുന്ന ആൾ ആരാണത്? ഒരു ഫിസീഷ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു വൈദ്യനാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയി ജീവിച്ചിരുന്ന ഒരു വൈദ്യനാണ് എന്നാണ് നമ്മൾ മുരാരി ഗുപ്തനെ പരിചയപ്പെട്ടത്. പക്ഷെ ഈ പിന്നെ പേരിന് ഇനി ഒരു ഗൂഢമായിട്ടുള്ള അർത്ഥം ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുരാരി ഗുപ്ത എന്നതിന്റെ അർത്ഥം ഈ മുരാരി അല്ലെങ്കിൽ മുരാരി ഗുപ്തയെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ മുരാരിനെ, ആരാ മുരാരി? ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഹൃദയത്തില് ഗുപ്തനാക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുരാരി ഗുപ്ത എന്ന് പേര് കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പൊ മഹാപ്രകാശ ലീലയിലെ ആദ്യത്തെ ലീല എന്ന് പറയുന്നത് എന്താണ്? മുരാരി ഗുപ്തയ്ക്ക് ചൈതന്യ മഹാപ്രഭു എന്ത് രൂപം കാണിച്ചു കൊടുത്തു? സ്വയം രാമ അവതാരം കാണിച്ചു കൊടുത്തു. ഓക്കെ. ഇനി രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തെ ആളുടെ പേര് നമ്മൾ എന്താണ് പറഞ്ഞത്? ഹരിദാസ് ഠാക്കൂർ എന്നാണ് പറഞ്ഞത്. ആരാണ് ഹരിദാസ് ഠാക്കൂർ? നിങ്ങൾക്കറിയാം.
അല്ലെ? ഹരിദാസ് ഠാക്കൂർ ജനിച്ചത് ഒരു മുഹമ്മദ വംശത്തിലായിരുന്നുവെങ്കിലും അദ്ദേഹം നാമാചാര്യനായിരുന്നു. അതായത് ഹരിനാമം ജപിച്ച് 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 നാമത്തിന്റെയും ആചാര്യൻ എന്നുള്ള ഒരു പൊസിഷൻ അദ്ദേഹത്തിന് നൽകുകയാണ് ഉണ്ടായത്. അത്രയ്ക്ക് അദ്ദേഹം ഹരിനാമത്തിനോട് അത്രയധികം വന്നിട്ട് സേവന മനോഭാവം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചു. ചൈതന്യ മഹാപ്രഭുവിന്റെ മുന്നിൽ പോലും ഹരിദാസ് ഠാക്കൂർ വരില്ല സാധാരണ. കാരണം തന്റെ ഈ ശരീരം എന്ന് പറയുന്നത് അത്രയധികം നീച്ച ജാതിയിൽ നിന്ന് ലഭിച്ച ശരീരമായതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് തനിക്ക് ഒരു തരത്തിലുമുള്ള യോഗ്യതയുമില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കും. ആര്? ഹരിദാസ് ഠാക്കൂർ. ദൂരെ ചൈതന്യ മഹാപ്രഭു എന്തൊക്കെ അവസരങ്ങളിൽ എന്തൊക്കെ ചെയ്ത് എത്രയൊക്കെ ഫെസ്റ്റിവൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്താലും ഹരിദാസ് ഠാക്കൂർ അവിടെ അടുത്തെങ്ങും പോവില്ല. ദൂരെ ഇരുന്ന് ഉച്ഛിഷ്ടം ഭക്ഷിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷെ ചൈതന്യ മഹാപ്രഭു എന്താണ് ഇവിടെ ഈ മഹാപ്രകാശ ലീലയുടെ സമയത്ത് ഹരിദാസ് ഠാക്കൂറിനോട് സംസാരിച്ചത്? ചൈതന്യ മഹാപ്രഭു സ്വയം വെളിപ്പെടുത്തി. ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന്റെ മുന്നിൽ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, നോക്കൂ, നീ ദർശിക്കൂ എന്റെ രൂപത്തെ എന്ന് പറഞ്ഞു. അതായത് ഹരിദാസ് ഠാക്കൂറിന് ദർശനം കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ആ അങ്ങയുടെ ശരീരം, അതായത് ഹരിദാസ് ഠാക്കൂറിനോട് ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, അങ്ങയുടെ ശരീരം എന്റെ സ്വന്തം ശരീരം പോലെയാണ്. ഭഗവാൻ ഭക്തനോട് പറയുകയാണ്, അങ്ങയുടെ ഭക്തന്റെ ശരീരം എന്റെ സ്വന്തം ശരീരം പോലെയാണ്. നീ ഏത് കാസ്റ്റിലാണോ അല്ലെങ്കിൽ ഏത് ജാതിയിലാണോ നീ ഉള്ളത്, അതേ ജാതി തന്നെയാണ് ഞാനും. എന്താ പറയുന്നത്? ഹരിദാസ് ഠാക്കൂറിനോട് പറയുകയാണ്, നീ ഏത് ജാതിയിലാണോ ഉള്ളത് അതേ ജാതിയിൽ തന്നെയാണ് ഞാനും. ആൾക്കാർ പലതും പറയും, നീ എന്താണ് തൊട്ടുകൂടായ്മ ഉള്ള ഒരു ജാതിയിലാണ് ജനിച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ എന്റെ ശരീരത്തെക്കാൾ നിന്റെ ശരീരം ആരാധനയ്ക്ക് അർഹമാണ് എന്ന് വരെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. കാരണം എന്താണ്? ഹരിനാമത്തിന്റെ മഹത്വത്തെ കുറിച്ച് നീ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നോക്കൂ, നിന്നെ ആ 27 മാർക്കറ്റ് പ്ലേസിൽ വെച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ആൾക്കാര് അടി കൊണ്ട് അടിച്ച് 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 27 മാർക്കറ്റ് പ്ലേസിൽ വെച്ച് അദ്ദേഹത്തെ അടിച്ചിരുന്നു, അല്ലെ? ഹരിദാസ് ഠാക്കൂറിനെ. പക്ഷേ വൈകുണ്ഠത്തിൽ നിന്നും ഞാൻ അത് ദർശിച്ച്, അദ്ദേഹം മഹാപ്രകാശം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വൈകുണ്ഠത്തിൽ നിന്നും ഞാൻ അത് ദർശിച്ചിട്ട് എന്റെ സുദർശന ചക്രത്തിനെ ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാൻ റെഡിയായിരുന്നു. ആര്? ഭഗവാൻ പറയുകയാണ്. പക്ഷേ നിന്റെ പ്രാർത്ഥന എന്തായിരുന്നു ഹരിദാസ്? എന്തായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത്? ഇവരെ ശിക്ഷിക്കണമെന്നാണോ പ്രാർത്ഥിച്ചത്? ഇല്ല. ക്രൂശിന്മേൽ കിടക്കുമ്പോ യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഹരിദാസ് ഠാക്കൂർ അതേപോലെ എന്താണ്, ഇവരെല്ലാം നിഷ്കളങ്കരാണ് ഭഗവാനെ, ഇവരോട് സഹതാപവും കരുണയും ഉണ്ടായിരിക്കണേ എന്നും പറഞ്ഞ് ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കളഞ്ഞു. അതായത് അവരുടെ അപരാധങ്ങളെ നീ കണക്കാക്കാതെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു ഭഗവാൻ? എന്ത് ചെയ്തു എന്നറിയാമോ? ആ അടിയെല്ലാം സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു തിരിഞ്ഞു നിന്ന് കാണിച്ചു കൊടുത്തു, നോക്കൂ, എന്റെ പിന്നിലും എന്റെ ദേഹത്തിലുള്ള പാടുകളെല്ലാം നോക്കൂ, എത്ര ചാട്ടവാറിയുടെ അടിയുടെ പാടുകളാണെന്ന് അറിയാമോ? അന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യമായിട്ടുള്ള ശരീരത്തിൽ ആര് കണ്ടത്? ഹരിദാസ് ഠാക്കൂർ കണ്ടു. അപ്പോ ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, അദ്വൈത ആചാര്യനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താണ്? എവിടെ ഇരിക്കുന്ന ഭഗവാനാണ് ഇപ്പൊ സംസാരിക്കുന്നത്? പാലാഴിയില് അനന്തശായിയായിട്ട് കിടക്കുന്ന മഹാവിഷ്ണുവാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതായത് ആ രൂപത്തിലാണ് എന്ത് കാണിച്ചു കൊടുക്കുന്നത്? ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന് തന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അദ്വൈത ആചാര്യരാണ് യഥാർത്ഥത്തിൽ എന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് ഈ ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ഈ വിശ്വംഭരൻ എന്ന രൂപത്തിൽ വിളിച്ചു വരുത്തിയത്. പക്ഷെ എങ്കിലും ഇതൊക്കെ ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുന്നെയാണ്. എന്താണ്? ഈ ഡിസ്ട്രസ്, അതായത് 27 മാർക്കറ്റ് പ്ലേസിൽ വെച്ച് ഈ എന്താണ് ഹരിദാസ് ഠാക്കൂറിനെ മർദ്ദിച്ചതൊക്കെ അതിന് വളരെ മുമ്പേ. അപ്പോ എനിക്ക് ആ ഒരു നിന്റെ സങ്കടം എന്നെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിർത്താൻ പറ്റിയില്ല എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. പക്ഷേ
അദ്ദേഹത്തിന്റെ സന്തോഷം എന്തായിരുന്നെന്ന് അറിയാമോ? ചൈതന്യ മഹാപ്രഭു പറയായിരുന്നു, പക്ഷെ എനിക്ക് അത്യധികം സന്തോഷമാണ്. കാരണം എന്താണ്? അദ്വൈത ആചാര്യ നിന്റെ യഥാർത്ഥ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. അദ്വൈത ആചാര്യ നിന്റെ യഥാർത്ഥ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ നീയും അദ്വൈത ആചാര്യനും എന്റെ ഹൃദയത്തിന്റെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ ഇത് കേട്ടപ്പോഴേക്കും ബോധം കിട്ടും. അതായത് ഭക്തന് ഭഗവാനോട് എത്ര സ്നേഹമുണ്ട് എന്ന് ഹരിദാസ് ഠാക്കൂർ എത്രയധികം പീഡകൾ അനുഭവിച്ചിട്ടും നാമത്തിൽ നിന്നും വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം താല്പര്യപ്പെടാത്തത് കൊണ്ട് എത്രയാണ് തന്നോട് ഭക്തനുള്ള സ്നേഹം എന്ന് ആര് മനസ്സിലാക്കി? ഭഗവാൻ മനസ്സിലാക്കി. പക്ഷേ ഇവിടെ ചൈതന്യ മഹാപ്രഭു തിരികെ എന്ത് കാണിച്ചു കൊടുക്കുന്നു? സ്വന്തം ശരീരത്തില് ആ മർദ്ദനത്തിനെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതേ ശരീരം, അതായത് ഈ അൺടച്ചബിൾ എന്ന് ആൾക്കാർ പറയുന്ന ഈ ഹരിദാസ് ഠാക്കൂറിന്റെ ശരീരം എന്റെ ശരീരത്തെക്കാൾ വർഷിപ്പബിൾ ആണ് എന്ന് ഭഗവാൻ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ വന്നിട്ട് വളരെയധികം എന്താണ് ബോധം കെട്ട് വീണ് അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് ഈ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഈ രൂപം കാണിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോഴേക്കും അദ്ദേഹവും എക്സ്റ്റസിയിലായി, ഹരിദാസ് ഠാക്കൂർ. എന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി, അവിടെ എല്ലാം മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. വീണ്ടും അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കാൻ തുടങ്ങുകയാണ്. ചൈതന്യ മഹാപ്രഭുവിനോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭുവിനോട് അദ്ദേഹം പറയുകയാണ്, ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, ഞാൻ ഏറ്റവും നീചമായിട്ടുള്ള ജാതിയിലാണ് ഭഗവാനെ ജനിച്ചിരിക്കുന്നത്. ഞാനൊരു അയിത്തം അല്ലെങ്കിൽ എന്താണ്, ഞാനൊരു തീണ്ടിക്കൂടാത്ത വർഗത്തിലുള്ളവനാണ്. എനിക്ക് നല്ല ക്വാളിറ്റീസ് ഒന്നുമില്ല, സദ്ഗുണങ്ങൾ ഒന്നുമില്ല എനിക്ക്. ഞാൻ എന്നെ തന്നെ വളരെ പാപിയായിട്ടാണ് കരുതുന്നത്. അത്രയാണ് ഹരിദാസ് ഠാക്കൂറിന്റെ വിനയം. ആരാണ്? നാമാചാര്യൻ. പക്ഷെ എങ്കിലും ഞാൻ അങ്ങനെയുള്ള ഒരു ജാതിയിൽ ജനിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം വിനയത്തോടെയാണ് ആരോടും പെരുമാറുന്നത്. ഈ ഭക്തന്മാരുടെ കൂടെ ഒന്നും അദ്ദേഹം എന്തുകൊണ്ട് അവരെ ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, താൻ കാരണം ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇത്ര വിനയത്തോടു കൂടി എല്ലാവരോടും എന്ത് ചെയ്യുന്നത്? അടുത്തുപോലും വരാതെ പെരുമാറുന്നത്. അപ്പോ എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുകയാണ്, എന്റെ ശരീരത്തെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഉടനെ തന്നെ സ്നാനം ചെയ്യേണ്ടി വരും, അത്രയ്ക്ക് പാപിയാണ് ഞാൻ ഭഗവാനെ. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ അങ്ങയെ ഗ്ലോറിഫൈ ചെയ്യുക? വാക്ക് കിട്ടുന്നില്ല ആർക്ക്? ഹരിദാസ് ഠാക്കൂറിന്. ആരെ ഗ്ലോറിഫൈ ചെയ്യാൻ? ചൈതന്യ മഹാപ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് കുറെ ഗ്ലോറിഫിക്കേഷൻ, അതായത് ഭഗവാനെ കാണുമ്പോൾ ഭക്തന്മാർ എന്താണ് സംസാരിക്കുന്നത്? തന്റെ കാര്യങ്ങളും തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ബിസിനസ്സും ഒന്നും അല്ല സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത്? ഗ്ലോറിഫൈ ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഈ അൺടച്ചബിൾ ആണ്, സിൻഫുൾ ആണ്, ഞാൻ പാപിയാണ് എന്നൊക്കെ കരുതുന്ന ഈ ഇദ്ദേഹം, അതായത് ഹരിദാസ് ഠാക്കൂർ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാമോ? അദ്ദേഹം പറയുകയാണ്, എന്താണ്? ആരാണോ സ്വന്തം അങ്ങയുടെ പാദത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്, തീരെ ചെറിയ ഒരു ഈച്ചയാണെങ്കിൽ കൂടി, ഒരു ചെറിയ പ്രാണിയാണെങ്കിൽ കൂടി ഒരിക്കലും അങ്ങ് ആ അഭയം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയെ വിട്ടുകളയുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരിക്കലും അങ്ങയുടെ പാദങ്ങളെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത വലിയ വലിയ രാജാക്കന്മാരെ എന്ത് ചെയ്യും? അങ്ങ് വിട്ടുകളയും. ഉദാഹരണം എന്താണ്? രാവണനും മറ്റ് ഹിരണ്യകശ്യപുവും അങ്ങനെയുള്ള അസുരന്മാരൊക്കെ അവർ മെറ്റീരിയലി ഭയങ്കര ഓപ്പുലന്റ് ആണ്. ഹിരണ്യകശ്യപുവിന്റെ കയ്യിൽ ഇല്ലാത്തത് എന്താ ഉള്ളത്? രാവണന്റെ കയ്യിൽ എന്താണ് ഇല്ലാത്തത്? ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. പക്ഷെ എന്താ ഇല്ലാത്തത്? ഒന്ന്, ഭക്തിയില്ല. എന്ത് സംഭവിച്ചു? ഈ ഓപ്പുലൻസിനൊന്നും ഒരു ക്ഷണപ്രഭാ ചഞ്ചലം അല്ലെ? എന്ത് സംഭവിച്ചു? ആ ഓപ്പുലൻസിനൊന്നും ഒരു വിലയും ഇല്ലാതായിപ്പോയി. അതേസമയം ഒന്നുമില്ലാതിരുന്ന ആ സുദാമ ബ്രാഹ്മണൻ ഭഗവാനെ മാത്രം കൂട്ടുപിടിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? സുദാമായിക്ക് എന്തുണ്ടായി? സുദാമായിക്ക് എല്ലാം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് പറയുന്നത്. അതായത് ചെറിയ പ്രാണിയാണെങ്കിൽ കൂടി അങ്ങയുടെ കാൽക്കൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് അങ്ങ് അവരെ കൈവെടിയുകയില്ല. പക്ഷെ എത്ര വലിയ രാജാക്കന്മാരാണെങ്കിൽ കൂടി
എന്തെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അങ്ങയുടെ പാദത്തിൽ അഭയം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുമില്ലാത്തതായി മാറും എന്ന് പറയും. പക്ഷേ ഭഗവാനെ, ഇതൊന്നും ഞാൻ എന്നെ ആ അവസ്ഥയിൽ ഞാൻ വന്നിട്ട് സങ്കല്പിക്കുന്നില്ല. അതായത് എനിക്ക് അങ്ങയെ ഓർക്കാൻ കൂടി പറ്റുന്നില്ല. വിനയം കൊണ്ട് ആര് പറയുകയാണ്? ഹരിദാസ് താക്കൂർ പറയുകയാണ്, ഞാൻ ഒരിക്കലും അങ്ങയെ ഓർക്കാറ് പോലുമില്ല. അങ്ങയെ ആലോചിക്കുന്നവരെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. പക്ഷെ എന്റെ കാര്യം എന്ത് പറയാനാണ്? ഞാൻ അങ്ങയെ ആലോചിക്കാറ് കൂടിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒരിക്കല് ദുര്യോധനനും ദുശാസനനും ചേർന്ന് ദ്രൗപദിയെ തന്റെ ആ അസത് സഭയിൽ വെച്ച് ദ്രൗപദിയുടെ വസ്ത്രത്തെ പിടിച്ചഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. ദ്രൗപദി അങ്ങയെക്കുറിച്ച് ഗോവിന്ദ, മാധവ, ദാമോദര എന്ന് ആലോചിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അങ്ങ് ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സ്മരണം നിമിത്തം അങ്ങ് ബൗണ്ടഡ് ആയിപ്പോയി. അതായത് അങ്ങേക്ക് പിന്നെ വരാതിരിക്കാൻ പറ്റുകയില്ല. എന്നിട്ട് പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ മിസ്ക്രിയൻസ് ആയിട്ടുള്ള ദുര്യോധനൻ ദുശാസനനും മനസ്സിലാവുകയില്ല. പക്ഷെ ദ്രൗപദിക്ക് വേണ്ടി അങ്ങ് എത്തി. എന്തു ചെയ്തു? ദ്രൗപദിയെ അങ്ങ് വസ്ത്രമായിട്ട് വന്ന് സഹായിച്ചു. ഇത് ആര് പറയുന്നു? ഹരിദാസ് ഠാക്കൂർ വന്നിട്ട് ഭഗവാനോട് ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഭഗവാനെ. അങ്ങ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയില്ല. ഇനി അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വസ്ത്രം നൽകി, അല്ലെങ്കിൽ ഒരിക്കലും ഒരു അറ്റവും കാണാത്ത വസ്ത്രമായിട്ട് അങ്ങ് ആരെ അനുഗ്രഹിച്ചു? ദ്രൗപദിയെ അനുഗ്രഹിച്ചു. വീണ്ടും പാർവതി മാത, ഒരിക്കല് പാർവതി മാതാവിന്റെ ചുറ്റിനും ആ രക്തരക്ഷസുകളും പിശാചുക്കളുമായിട്ട് കൂടിയിരുന്നിട്ട് ആ സമയത്ത് അവരെല്ലാവരും കൂടി വന്ന് പാർവതി മാതാവിനെ വിഴുങ്ങാൻ പോകുന്നത് പോലെ ഭയപ്പെട്ട് മാത ഒരു ദിവസം അങ്ങയെ സ്മരിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്ത് ചെയ്തു? ആ വൈഷ്ണവിയെ അവിടെ നിന്നും രക്ഷിച്ചു. ഇത് രണ്ടാമത്. ഇനി മൂന്നാമത്, പക്ഷെ ഞാൻ അത്രയധികം പാപിയാണ്, എനിക്ക് അങ്ങയെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഭഗവാനെ, എനിക്ക് അങ്ങയുടെ പാദത്തിൽ അഭയം തന്നാലും എന്ന് പറയും. വീണ്ടും വീണ്ടും പറയുന്നു, പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ച് പറയുന്നു. അതായത് ഹിരണ്യകശിപു സ്വന്തം കുട്ടിയായ പ്രഹ്ലാദനെ വിഷം കൊടുത്തും പാമ്പിന്റെ മുന്നിൽ എറിഞ്ഞും അഗ്നിയിൽ എറിഞ്ഞും വെള്ളത്തില് കല്ലിൽ കെട്ടി വെള്ളത്തിൽ താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും പ്രഹ്ലാദൻ അങ്ങയെ സ്മരിക്കുക മാത്രമാണ് ചെയ്തത്. വേറെ ഒന്നും റെസിസ്റ്റ് ചെയ്യാനേ പോയില്ല. എന്തൊക്കെ അനുഭവിച്ചോ അതെല്ലാം പ്രഹ്ലാദൻ ഏറ്റുവാങ്ങി എന്തുമാത്രം ചെയ്തു? അങ്ങയെ സ്മരിക്കുക മാത്രം ചെയ്തു. എന്നിട്ടും പ്രഹ്ലാദനെ അങ്ങ് എന്ത് ചെയ്യുന്നു? ഈ എല്ലാ കലാമിറ്റീസിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇനി ദുർവാസ മുനിയെ പേടിച്ചിട്ട് പാണ്ഡവർ വന്നിട്ട് അങ്ങയെ ശരണം പ്രാപിച്ചു. അവരോടുള്ള സഹതാപം കൊണ്ട്, കാരുണ്യം കൊണ്ട് അങ്ങ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ അക്ഷയപാത്രത്തിൽ നിന്ന് തീരെ ചെറിയ ഒരു അന്നം മാത്രം സ്വീകരിച്ചിട്ട് അങ്ങ് പറഞ്ഞു, ദുർവാസ മുനിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും വന്നിട്ട് തൃപ്തരായിക്കൊള്ളും എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു. അപ്പോ ഈ അതെന്തുകൊണ്ടാണ്? പാണ്ഡവന്മാർ അങ്ങയെ സ്മരിച്ചത് കൊണ്ടാണ്. ഈ സ്മരണത്തിന്റെ പ്രത്യേകതയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഗ്ലോറിഫൈ ചെയ്യുന്നത് നമ്മളോട് ആര് പറയുകയാണ്? ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, ഭഗവാനോട് ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത എന്തെന്നറിയാമോ? ആരുടെ? ദ്രൗപദിയുടെ പ്രത്യേകത, പാർവതി മാതാന്റെ പ്രത്യേകത, പ്രഹ്ലാദന്റെ പ്രത്യേകത, പാണ്ഡവരുടെ പ്രത്യേകത, ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത എന്താണെന്നറിയാമോ ഭഗവാനെ? ഇവരെല്ലാവരും അങ്ങയെ നിരന്തരം സ്മരിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങ് അവർക്ക് എന്ത് സംഭവിച്ചു? അങ്ങ് അവർക്ക് അതിനനുസരിച്ചുള്ള ഉപകാരം നൽകിയിരിക്കുന്നു. ഇനി റിമംബ്രൻസിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്താണ്? അജാമിള ബ്രാഹ്മണൻ സ്വന്തം പുത്രന്റെ മുഖം നോക്കിക്കൊണ്ട് നാരായണ എന്ന് വിളിച്ചു എങ്കിലും അങ്ങയെ പോലും അല്ല വിളിച്ചത് എന്ന് അങ്ങേക്ക് അറിയാമായിരുന്നിട്ടും യമദൂതന്മാർ വന്നിട്ട് പാശം കൊണ്ട് ബന്ധിച്ച് ആ ശരീരത്തിൽ നിന്നും അജാമിളനെ പിടിച്ചു വലിക്കാൻ വേണ്ടി പോകുമ്പോ കാരുണ്യപൂർവം അങ്ങ് വിഷ്ണുദൂതന്മാരെ അയച്ചു. നാരായണ എന്ന് ആരെ നോക്കി വിളിച്ചു? സ്വന്തം കുട്ടിയുടെ മുഖം നോക്കി വിളിച്ചു. നാരായണനെ സ്മരിക്കുകയോ നാരായണന്റെ ഫോം പോലും സ്മരിക്കുകയോ ചെയ്തില്ല. പക്ഷെ എന്നിട്ടും
നാരായണൻ എന്നുള്ള പേര് അങ്ങയുടേതായതുകൊണ്ട് അങ്ങ് ആരെ ആശ്രയിച്ചു? ആരെ ആശ്വസിപ്പിച്ചു? അജാമിളനെയും ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് റിമെമ്പറൻസ്, സ്മരണം എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജീവിതത്തിൽ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങയുടെ പത്മപാദങ്ങളെ സ്മരിച്ചിട്ടില്ല, അങ്ങയെ എന്നിട്ടും അങ്ങ് എന്നെ കൈവിട്ടുമില്ല. ചൈതന്യ മഹാപ്രഭുവിനോട് പറയുകയാണ് ആര്? ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ സ്മരിച്ചിട്ടില്ല എന്ന്. എന്താണ് ഒരു ദിവസം 3 ലക്ഷം നാമങ്ങൾ ജപിക്കുന്ന ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, ഞാൻ സ്മരിച്ചിട്ടില്ല അങ്ങയെ എന്ന്. അപ്പൊ നമ്മളൊക്കെ ഏത് കാറ്റഗറിയിലായിരിക്കും ഹരിദാസ് ഠാക്കൂറിന്റെ മുന്നിൽ എന്ന് ആലോചിച്ച് നോക്കൂ. ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, എനിക്ക് അങ്ങയെ കാണാൻ ഈ രൂപം ദർശിക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് എനിക്കുള്ളത് ഭഗവാനെ അങ്ങയെ കാണാൻ? പക്ഷേ അങ്ങ് എന്നോട് വരം ആവശ്യപ്പെടൂ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്കാകെ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. എന്താണ് 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 ആവശ്യപ്പെടാനുള്ളത്? നീ ചോദിക്കുന്നത് എന്തും ഞാൻ നൽകാം എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അപ്പൊ ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, ഞാൻ അത്രയ്ക്ക് നീചജാതിയിൽപ്പെട്ടവനാണ് എങ്കിലും എനിക്ക് ഒരു വളരെ വലിയ അഭിലാഷമാണുള്ളത്. എന്താണ്? അങ്ങയുടെ ഭക്തന്മാരുടെ റെമനൻസ് കഴിക്കാൻ. അതായത് എന്താണ്? മേ ദ റെമനൻസ് ഓഫ് ദ സെർവൻസ് ഹു വർഷിപ്പ് യുവർ ലോട്ടസ് ഫീറ്റ് ബി മൈ ഫുഡ് സ്റ്റെപ്സ്. എന്താണ്? മേ ദ റെമനൻസ് ഓഫ് ദ സെർവൻസ് ഹു വർഷിപ്പ് യുവർ ലോട്ടസ് ഫീറ്റ് ബി മൈ ഫുഡ് സ്റ്റെപ്പ്. ഭക്തന്മാരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കണം എന്നാണ് ആരുടെ ആഗ്രഹം? ചൈതന്യ മഹാപ്രഭുവിനോട് വരം ചോദിച്ചത് ഹരിദാസ് ഠാക്കൂർ ചോദിച്ചത്. ലെറ്റ് ദിസ് ബി മൈ ഡിവോഷണൽ സർവീസ് ബർത്ത് ആഫ്റ്റർ ബർത്ത്. ഇതായിരിക്കട്ടെ എന്റെ ഡിവോഷണൽ സർവീസ്. ഈ ഒരു പ്രസാദം ഓണർ ചെയ്യുക മാത്രമായിരിക്കണം എന്റെ ഒരേ ഒരു ഡ്യൂട്ടി, അല്ലെങ്കിൽ കടമ, ധാർമ്മികമായിട്ടുള്ള എന്റെ ഒരു കടമ. എനിക്ക് അതുകൊണ്ട് മാത്രമേ അങ്ങയെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ സേവകരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അനുഗ്രഹം വേണ്ടത്. ഇതാണ് എനിക്ക് ഏറ്റവും എക്സോൾട്ടഡ് പൊസിഷൻ. അത്രയ്ക്ക് നീചനാണ് ഞാൻ, എനിക്കതിന് യോഗ്യതയില്ല, അങ്ങയെ ഓർക്കാറുമില്ല. അത്രയ്ക്ക് ഞാൻ നീചനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് എന്ന് പറയുന്നത്. അല്ലയോ സച്ചീസുത, എന്താണ് പറയുന്നത്? എന്നോട് കരുണയുണ്ടായി ഈ ഭവനത്തിൽ, ഭക്തന്മാരുടെ ഭവനത്തിൽ ഒരു നായയായി, ഒരു ശ്വാനനായിട്ട് എന്നെ കണക്കാക്കിയാലും. ആരാണ് ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നത്? സാധാരണ ആ വീട്ടില് മൃഗങ്ങളാണ് സാധാരണ ഉച്ഛിഷ്ടം ഭക്ഷിക്കാറ്. അപ്പൊ ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, എന്നെ ഈ ഒരു വീട്ടില് എന്തായിട്ടിരിക്കണം? ഒരു നായയായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നു. ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞതെന്നറിയാം? ലിസൺ ഓ ഹരിദാസ്, anyone who resides with you for even a day or speaks with you for even a moment will certainly achieve me. അത് നമ്മൾ പിന്നെ കാണും. എന്താണ് ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് എന്താണ് വായിച്ചത് നമ്മൾ? anyone who resides with you for even a day. നിന്റെ കൂടെ ഒരേ ഒരു ദിവസം അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ സ്പീക്സ് വിത്ത് യു ഫോർ ഈവൻ എ മൊമെന്റ്, ഒരു നിമിഷത്തേക്ക് അങ്ങയോട് സംസാരിക്കുന്നത് ആരാണോ, വിൽ സെർട്ടൻലി അച്ചീവ് മീ. അവർക്ക് ഞാൻ പ്രാപ്തനാകും. അതായത് ഭഗവാൻ സ്വന്തം മഹാപ്രകാശ ലീല കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് പറയുകയാണ് അവർക്ക് ഞാൻ പ്രാപ്തനാകും എന്ന് പറയുന്നു. അപ്പൊ ഹരിദാസ് ഠാക്കൂറിനെ പിന്നെ നമ്മൾ കണ്ടു. എന്താണ്? ഒരു ഹരിദാസ് ഠാക്കൂറിനെ വന്നിട്ട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു രാജാവ് തന്റെ കുടിലതന്ത്രം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അടുത്തൊരു വേശ്യാസ്ത്രീ, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വേശ്യാസ്ത്രീയെ, എന്തായിരുന്നു ആ വേശ്യാസ്ത്രീക്ക് സംഭവിച്ചത്? അവസാനം അവർ ഒരു ഭക്തിയായിട്ട് മാറി. സത്യമല്ലേ ഈ വാക്കുകൾ? അല്ലേ? എന്താണ്? എനിവൺ ഹു റിസൈഡ്സ് വിത്ത് യു ഫോർ ഈവൻ എ ഡേ or speaks with you for even a moment will certainly achieve me. There is no doubt about it. One who respects you respects me, for I am constantly residing in your body. ശരീരവോ കാസ്റ്റോ ക്രീഡോ ഒന്നും എന്തല്ല, ഒരു പ്രതിബന്ധമല്ല. എന്തിനു വേണ്ടി?
ഈ പരമദിവ്യോത്തമ പുരുഷനെ അല്ലെങ്കിൽ ഭഗവാനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നത് ആര് കാണിച്ചു തരികയാണ്? ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിലൂടെ കാണിച്ചു തരികയാണ്. കാരണം ഈ ശരീരം നിന്റെ ശരീരമല്ല, എന്റെ ശരീരം തന്നെയാണ്. ഞാനാണ് നിന്റെ ശരീരത്തിൽ അധിവസിക്കുന്നത്. മൈ ഗ്ലോറീസ് ആർ ഇൻക്രീസ്ഡ് ബൈ എ സെർവന്റ് ലൈക്ക് യു. ഇവിടെ ആരാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്? ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. യു ഹാവ് എറ്റേണലി ബൗണ്ട് മീ വിത്ത് ഇൻ യുവർ ഹാർട്ട്. You have not committed any offense to me or to any Vaishnava. Therefore, I am awarding you devotional service. ഈ ലാസ്റ്റ് സെന്റൻസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്താണ്? You have not committed any offense to me or to any Vaishnava. ഒരു വൈഷ്ണവനോടോ ഭഗവാനോടോ ഒരു അപരാധവും പ്രവർത്തിക്കുന്നില്ല ആര്? ഹരിദാസ് ഠാക്കൂർ. അതുകൊണ്ട് therefore I am awarding you devotional service. അതുകൊണ്ട് ഭക്തി നിനക്ക് യഥേഷ്ടം ലഭിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഇതില്ലാത്ത നമ്മൾ അപരാധം ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും വൈഷ്ണവനോടോ അല്ലെങ്കിൽ ഭഗവാനോടോ അപരാധം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഭക്തി നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതൊരു നിയമമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നിയമവും പ്രാബല്യമാണല്ലോ. അപ്പോ അങ്ങനെയാണ് മഹാപ്രകാശ ലീലയിലെ രണ്ടാമത്തെ ലീല നടന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടു? മുരാരി ഗുപ്തനെ കണ്ടു. രണ്ടാമത് നമ്മൾ എന്ത് കണ്ടു? ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനോട് സംസാരിച്ചത് കണ്ടു. ഹരിദാസ് ഠാക്കൂറിന്റെ വിനയം കണ്ടു. ഹരിദാസ് ഠാക്കൂർ ഉദാഹരണങ്ങൾ പറഞ്ഞു, റിമെമ്പറൻസിനെ കുറിച്ച് പറഞ്ഞത് കണ്ടു. ഇനി ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് എന്ത് നൽകി? എന്തായിരുന്നു ആഗ്രഹം ചൈതന്യ മഹാപ്രഭുവിനോട് അദ്ദേഹം പറഞ്ഞത്? മഹാപ്രഭുവിനോട് ഹരിദാസ് ഠാക്കൂർ പറയുകയാണ്, എനിക്ക് അങ്ങയുടെ സെർവൻസിന്റെ ഫുഡ് സ്റ്റെപ്സ് കഴിച്ചാൽ മതി, ഭക്തന്മാരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കണമെന്ന്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിന്നെ ആരാണോ നിന്റെ കൂടെ അല്പസമയം അസോസിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ കൂടെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും സംസാരിക്കുന്ന അവർക്ക് ഞാൻ പ്രാപ്തനാകുമെന്ന്. അത് മാത്രമല്ല, നിന്റെ ശരീരത്തിൽ ഞാൻ നിവസിക്കുന്നുകൊണ്ട് എന്താണ് ഈ വൈഷ്ണവരോടോ അല്ലെങ്കിൽ ഭഗവാനോടോ ഒരിക്കലും നീ എന്തായില്ല, ഒഫൻസ് ചെയ്തിട്ടില്ല, അപരാധം പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് നിനക്ക് യഥേഷ്ടം കൃഷ്ണഭക്തി ലഭിക്കും എന്ന് പറഞ്ഞു. അദ്വൈതാചാര്യയാണ് അടുത്തത് വിളിച്ചത്. അദ്വൈത ആചാര്യരോട് ഭഗവാൻ പറയുകയാണ് ഉണ്ടാകുന്നതിന് താഴെ, ഇത് ചൈതന്യ മഹാപ്രഭുവാണ്. ചൈതന്യ മഹാപ്രഭു അവിടെ 21 മണിക്കൂറുകൾ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? തന്റെ മഹാപ്രകാശ ലീല കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ലീലയാണ് മഹാപ്രകാശ ലീല, മഹാഭാവ പ്രകാശ ലീല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അദ്വൈത ആചാര്യരോട് ചൈതന്യ മഹാപ്രഭു വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ അദ്വൈത, എങ്ങനെയാ അങ്ങ് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഞാൻ അങ്ങേ ഒരു ദിവസം രാത്രി മുഴുവൻ അങ്ങ് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നപ്പോ അങ്ങയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് എപ്പോ നടന്നതാണെന്നറിയാമോ? ചൈതന്യ മഹാപ്രഭു ഉണ്ടാകുന്നതിന് മുമ്പേ നടന്നതാണ്. എങ്ങനെയാണ് ഭഗവാൻ അത് പറയുക? അദ്ദേഹം എറ്റേണലി നോളജബിൾ അല്ലെ? അതായത് എന്താണ്? അദ്ദേഹത്തിന് സർവജ്ഞാനി ആയതുകൊണ്ടാണ്, കൃഷ്ണൻ സർവജ്ഞാനി ആയതുകൊണ്ടാണ് ഈ പൂർവ്വകാലവും ഭാവി കാലവും പിന്നെ എന്താണ് വർത്തമാനകാലവും ഒക്കെ അദ്ദേഹത്തിന് പറയാൻ പറ്റുകയുള്ളൂ. അർജുനൻ ചോദിക്കുന്നത് പോലെ, ഞാൻ എങ്ങനെ വിശ്വസിക്കും ഭഗവാനെ? അങ്ങ് സൂര്യദേവനായ വിവസ്വാൻ അങ്ങേക്കാൾ ഒരുപാട് കാലം മുന്നിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങ് അദ്ദേഹത്തിന് ഈ പ്രകാരം ഈ പിന്നെ ഉപദേശങ്ങൾ കൊടുത്തു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ ഭഗവാൻ പറയുന്നു, അർജുന, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജന്മങ്ങൾ മീൻസ് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നീ അതൊന്നും ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കൃഷ്ണൻ സർവജ്ഞനായതുകൊണ്ട്. എറ്റേണിറ്റി, നോളജ് ആൻഡ് ബ്ലിസ്, ഇതാണ് 3 കാര്യങ്ങൾ. സത്ത്, ചിത്ത്, ആനന്ദ. ഈ ചിത്ത് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് എന്താണ്? എന്നേക്കുമായിട്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അദ്വൈതാചാര്യോട് ഇങ്ങനെ പറയുന്നത് നമുക്ക് ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കാനും ഇതിനകത്ത് അത്ഭുതമൊന്നുമില്ല അല്ലേ? അപ്പൊ ആചാര്യനോട് പറയുകയാണ്, ആചാര്യ, അങ്ങ് ഓർക്കുന്നില്ലേ ഒരിക്കൽ അങ്ങ് പട്ടിണി കിടന്നത്? ഞാൻ വരുന്നതിന് മുന്നേ അങ്ങ് എന്ത് ചെയ്യുകയായിരുന്നു? എന്നെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് തുളസിയും ഗംഗാജലവും കൊണ്ട് അങ്ങ് വർഷിപ്പ് ചെയ്യുകയായിരുന്നു സാലിഗ്രാമശിലേനെ. അങ്ങ് എന്തായിരുന്നു അന്നപ്പോ ചെയ്തിരുന്നത്? ഭഗവത്ഗീത പഠിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് എല്ലാം വന്നിട്ട് ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയോട് ബന്ധപ്പെട്ട് ഭക്തിയോട് ബന്ധപ്പെട്ടാണ് അങ്ങെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരാണ് ഈ എക്സ്പ്ലനേഷൻസിനെയൊക്കെ
മനസ്സിലാക്കുക. ഭക്തിയുള്ളവർ ആരായിരുന്നു അന്നുണ്ടായിരുന്നത്? ഡിവോഷണൽ ഒരു 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 വേഴ്സിന്റെ മീനിങ് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വേഴ്സിന്റെ മീനിങ് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ അദ്വൈതാചാര്യർ എന്ത് ചെയ്യുമെന്നറിയാമോ? എല്ലാം ഉപേക്ഷിച്ച് അദ്വൈത ആചാര്യര് ആ വേഴ്സിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. അയ്യേ എനിക്കിത് മനസ്സിലായില്ല, ഇത് എന്ത് വേഴ്സ് എന്നും പറഞ്ഞിട്ടല്ല അദ്വൈതാചാര്യര് ചെയ്തുകൊണ്ടിരുന്നത്. അദ്വൈതാചാര്യർ എന്ത് ചെയ്യും? അദ്വൈതാചാര്യര് എനിക്ക് എന്താണ് ഇത് മനസ്സിലാകാത്തത്, എന്താണ് എന്റെ പ്രശ്നം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്വൈതാചാര്യർ എന്ത് ചെയ്യും? ഫാസ്റ്റ് ചെയ്യും. ഒന്നും കഴിക്കൂല, ഭക്ഷണമേ കഴിക്കൂല, എല്ലാം ഉപേക്ഷിക്കും. എന്നിട്ട് ഉറങ്ങാൻ പോയി. വളരെ വിഷമിച്ച് എനിക്കത് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാകാത്തത്, എന്റെ എന്തോ കുഴപ്പം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ പോയി. അന്ന് എന്ത് ചെയ്തു? ഭഗവാൻ വന്നിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഈ ഫാസ്റ്റിംഗ് നീയല്ല അദ്വൈത എടുക്കുന്നത്, ഞാനാണ് എടുക്കുന്നത്. അങ്ങ് എന്തൊക്കെ എനിക്ക് ഓഫർ ചെയ്യുന്നുവോ അതാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അതാണ് ഞാൻ ഭക്ഷിക്കുന്നത്. അതായത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ അദ്വൈതാചാര്യർ പട്ടിണി കിടന്നപ്പോ എന്ത് സംഭവിച്ചു? അദ്വൈതാചാര്യരോട് പറയുകയാണ്, നീ പട്ടിണി കിടന്നാൽ ഞാനാണ് പട്ടിണിയായി പോകുന്നത്. ആര്? യു ആർ ഫാസ്റ്റിംഗ് ആൻഡ് ഐ എം ഓൾസോ ഫാസ്റ്റിംഗ് വിത്ത് യു എന്ന് ആര് പറഞ്ഞു? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു അതായത് അവതരിക്കും മുന്നേ നടന്ന കാര്യമാണ് പറയുന്നത്. വാട്ട് എവർ യു ഓഫർ മീ ദാറ്റ് ഈസ് വാട്ട് ഐ ഈറ്റ്. ഐ കനോട്ട് ടോളറേറ്റ് ദ വേ യു ഫീൽ ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഡിസ്ട്രസ്. അങ്ങേക്ക് ഈ പ്രകാരം ഈ ഒരു ചെറിയ വിഷമം, എന്താണ് വിഷമം? അദ്ദേഹത്തിന്റെ വയറ് കത്തുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാത്തത്? എനിക്ക് ഭഗവത്ഗീത മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു വിഷമം ഉള്ളത് കൊണ്ട് സ്വയം വന്നിട്ട് പട്ടിണി കിടക്കുകയാണ്. അപ്പോ അദ്വൈതാചാര്യോട് പറയാണ്, എനിക്ക് ആ ഒരു ഡിസ്ട്രസ് പോലും, ആ ഭക്തന്മാരുടെ ഒരു ചെറിയ ഡിസ്ട്രസ് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദെയർഫോർ ഐ അപ്പിയർഡ് ഇൻ യുവർ ഡ്രീം ആൻഡ് സ്പോക്ക് ടു യു. ഞാൻ അങ്ങയുടെ സ്വപ്നത്തിൽ വന്നിരുന്ന് ഞാൻ സംസാരിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ ആചാര്യ. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്ത് വാക്കാണ് അതെന്ന്? സർവദാ പാണിപാദം തത് എന്ന് പറയുന്ന ഒരു ശ്ലോകം. സർവദാ പാണിപാദം തത് സർവതോ അക്ഷി ശിരോമുഖം എന്ന് പറയുന്ന ആ വിഭൂതി യോഗത്തിലെ അല്ല, എന്താണ്, യൂണിവേഴ്സൽ ഫോം, അതെ, യൂണിവേഴ്സൽ ഫോം ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തിലെ ഒരു സർവദാ പാണിപാദം തത്തിന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലായിരുന്നു. ആർക്ക്? അദ്വൈതാചാര്യർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അത് എന്ത് ചെയ്തു ഭഗവാൻ? അദ്വൈതാചാര്യര് പട്ടിണി കിടന്ന് കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ച് ഭഗവാൻ സ്വപ്നത്തിൽ പോയിട്ട് ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്വൈതാചാര്യോട് പറയാണ്, ഗെറ്റ് അപ്പ് ആചാര്യ, ഹിയർ ദ മീനിങ് ഓഫ് ദ വേഴ്സ്. യു നോ ഫോർ സർട്ടൻ ദാറ്റ് ദിസ് ഇസ് ദ റിയൽ മീനിങ്. ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. ഡു നോട്ട് ഫാസ്റ്റ്, ബിക്കോസ് ഓഫ് യു ഐ വിൽ ഇൻകാർണേറ്റ്. എന്താണ്? എഴുന്നേൽക്കൂ അദ്വൈതാചാര്യ, ഇതാണ് ഞാൻ പറഞ്ഞു തരാം നിനക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. അങ്ങ് ഇത്രയും നാള് എന്ത് ചെയ്യുകയാണ്? തുളസി സാലഗ്രാമം കൊണ്ട് എന്നെ വിളിച്ചു വരുത്താൻ വേണ്ടി അങ്ങ് പ്രയത്നിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ, ഉറപ്പായിട്ടും ഞാൻ വരും എന്ന് ഉറപ്പും കൊടുത്തു അദ്വൈതാചാര്യർക്ക്. അദ്വൈതാചാര്യർ പെട്ടെന്ന് വളരെയധികം തൃപ്തിയോടുകൂടി ചാടി എഴുന്നേറ്റു. എന്നിട്ട് അപ്പോ അദ്വൈതാചാര്യരുടെ അടുത്ത് ആരാണ് വന്ന് സംസാരിച്ചത്? ഭഗവാൻ തന്നെയാണ് വന്ന് സംസാരിച്ചത്, പക്ഷെ ഉറക്കത്തിലാണ് സംസാരിച്ചത്. അപ്പോ അദ്വൈതാചാര്യര് ചിന്തിക്കുകയാണ്, ഉറക്കത്തിലാണോ സംസാരിച്ചത് എന്ന്. അദ്വൈതാചാര്യർ സ്വപ്നം കണ്ടതാണോ ഞാൻ എന്ന് വിചാരിച്ച് അദ്വൈതാചാര്യർ ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സമയത്തില് എന്താണ്, ഈ എന്താണ് ഭഗവാൻ എന്നോട് ഉറക്കത്തിൽ സംസാരിച്ചത്, എന്ത് വാക്കിന്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യരോട് ആ ഡ്രീംസിന്റെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ പറയാൻ പറ്റും? നോക്കൂ, ത്രികാലജ്ഞാനിയോ അല്ലെങ്കിൽ സർവജ്ഞനോ അല്ലാത്ത ഒരാൾക്ക് താൻ അവതരിക്കുന്നതിന് മുന്നേ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേട്ടിട്ട് പറഞ്ഞു എന്ന് പറയാം. പക്ഷെ സംഭവിച്ചത് എവിടെയാണ്? സ്വപ്നത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം അത് അദ്വൈതാചാര്യർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എങ്ങനെയാണ് അദ്ദേഹം പറയുക? ചൈതന്യ മഹാപ്രഭു ഈ മഹാപ്രകാശ ലീലയിൽ എങ്ങനെയാണ് പറയുക? ഇതാണ് ചൈതന്യ മഹാപ്രഭുവിനോട് അദ്വൈതാചാര്യര് പറഞ്ഞത്. എന്താണ്, സോറി, ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യരോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? അദ്വൈതാചാര്യരോട് പറയുകയാണ്, ഓൾദോ ഐ എക്സ്പ്ലെയിൻഡ് ഓൾ ദ വേഴ്സസ്, ഐ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ വൺ വിച്ച് ഐ വിൽ നൗ എക്സ്പ്ലെയിൻ ടു യു. എന്നിട്ട് പറയാ, അന്ന് നിനക്ക് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നുവെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഒരു വേഴ്സ് മാത്രം അങ്ങേക്ക് അപ്പൊ പറഞ്ഞു തന്നില്ല, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം എന്ന്.
According to their respective sampradayas, people give the wrong interpretation. The actual reading of the verse is not sarvataha pani padam tat. Today, I shall tell you without any pretension, the real meaning of the verse is sarvatra pani padam tat. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾക്ക് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഇപ്പൊ കടക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ഇല്ല. പക്ഷെ അന്ന് അദ്വൈതാചാര്യർക്കുണ്ടായ സങ്കടം എന്താണ്? സർവദാ പാണിപാദം തത് എന്നാണോ സർവത്ര പാണിപാദം തത് എന്നാണോ എന്നായിരുന്നു സംശയമുണ്ടായിരുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. അങ്ങേക്ക് അന്ന് സംശയമുണ്ടായിരുന്നത് ഇതാണ്. എപ്പോഴും പറയുന്നത് ഇപ്പൊ പറയുകയാണ്, മഹാപ്രകാശ ലീലയുടെ സമയത്ത് പറയുകയാണ്. Today I shall tell you without any pretension, the real meaning of the verse is Sarvatra Panipadam Tat. Everywhere are his hands and legs, his eyes, heads and faces, and he has ears everywhere. In this way, the super soul exists, pervading everything. I have thus explained the confidential purport of this verse. But other than you, who can understand it? അദ്വൈതാചാര്യർ ഭഗവത്ഗീതയുടെ വളരെ വലിയ ആചാര്യനായിരുന്നു. സ്വയം ഭഗവാൻ തന്നെ അർജുനന് ഉപദേശിച്ചു കൊടുത്തതുപോലെ അദ്വൈതാചാര്യർക്ക് വന്നിട്ട് ഭഗവത്ഗീതയുടെ വാക്ക് മനസ്സിലാകാത്തത് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്വൈതാചാര്യർ കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത്? ഭഗവാന് തന്നോടുള്ള സ്നേഹം കണ്ടിട്ട് കരയാൻ തുടങ്ങുകയാണ്. എന്ത് പറയാനാണ്? എങ്ങനെയാണ് ഞാൻ അങ്ങയെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അദ്വൈതാചാര്യർ കരയാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ എത്ര ആൾക്കാർക്ക് മഹാപ്രകാശ ലീലയിൽ ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്തത് കണ്ടു? ഒന്ന് നമ്മള് ഹരിദാസ് അല്ല മുരാരി ഗുപ്തനെ കണ്ടു. മുരാരിയെ ഗുപ്തമായി വഹിക്കുന്നവനാണ് മുരാരി ഗുപ്ത. രാമ അവതാരമായിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ദർശനം നൽകി. രണ്ട്, നമ്മൾ ഹരിദാസ് ഠാക്കൂറിനെ കണ്ടു. സ്വയം വന്നിട്ട് നീചജാതിയിൽ പെട്ടു എന്ന് വിചാരിച്ച് ഇരുന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോലും വരാതിരുന്ന അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവിന് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് ചൈതന്യ മഹാപ്രഭു ആ മഹാപ്രകാശ ലീലയിൽ കൂടി കാണിച്ചു കൊടുത്തു. മൂന്നാമത് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? അദ്വൈത ആചാര്യർക്ക് അദ്ദേഹത്തിന്റെ, അതായത് അവതാരത്തിന് മുന്നേ അദ്വൈത ആചാര്യരുടെ സ്വപ്നത്തില് താൻ വന്ന് അദ്വൈതാചാര്യർക്ക് ഒരു ഭഗവത്ഗീതയെ കുറിച്ചുള്ള സംശയം തീർത്തു കൊടുത്തതും കൂടി ഇപ്പോ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് മഹാപ്രകാശ ലീല. ഇനിയുണ്ട് മഹാപ്രകാശ ലീലയില് ഒരുപാട് കാര്യങ്ങൾ. ലാസ്റ്റ് മുകുന്ദദത്ത എന്ന് പറയുന്ന ഒരു ഭക്തനെ കുറിച്ച് പറയുന്നതാണ്. പക്ഷെ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നത് കാരണം അത് കുറച്ച് നീണ്ടതാണ്. മുകുന്ദദത്തയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുകുന്ദദത്ത വളരെ സംക്ഷിപ്തമായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. ഒരു മിനിറ്റ് മാത്രം. മുകുന്ദദത്ത എന്ന് പറയുന്നത് ഭഗവാന്റെ മുന്നിൽ വരൂല. കാരണം എന്താണ്? ഒരു കർട്ടന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നു. മുകുന്ദദത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വൈഷ്ണവരുടെ ഇരിക്കുകയാണെങ്കിൽ വൈഷ്ണവരുടെ പോലെ കൃഷ്ണാബോധത്തിൽ കുറിച്ച് സംസാരിക്കും. ഇനി ഏതെങ്കിലും സമ്പ്രദായത്തിൽ വേറെ മായാവാദ ഫിലോസഫി, അതായത് നമ്മുടെ എന്താണ് അവരുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? യോഗവാസിഷ്ടം, അതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെങ്കിലും അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിനെ നേരെ തള്ളി പറഞ്ഞുകൊണ്ട് മുകുന്ദദത്ത എന്ത് ചെയ്യും? ഈ യോഗവാസിഷ്ടത്തിനെ കുറിച്ച് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അത് കാരണം ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹത്തെ അടുപ്പിച്ചിട്ടിരിക്കും. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ എന്റെ മുന്നിൽ വരികയേ വേണ്ട, നിനക്ക് ഒരിക്കലും എന്നെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. മുകുന്ദദത്തയാണെങ്കിൽ ഈ മഹാപ്രകാശ ലീലയുടെ സമയത്ത് കർട്ടന്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് കരച്ചിൽ. എന്ത് ചെയ്തു? അപ്പോ ആരോ വന്ന് എന്താണ് മുകുന്ദദത്തയോട്, മുകുന്ദദത്തയ്ക്ക് എപ്പോഴാണ് അങ്ങയെ കാണാൻ പറ്റുക എന്ന് വേറെ ആരോ വന്ന് റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി വന്നു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ നിന്നെ കാണാൻ പറ്റുകയില്ല, നിനക്ക് എന്നെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് ചെന്ന് മുകുന്ദദത്തയോട് പറയും. മുകുന്ദദത്ത അവിടെ ഇരുന്ന് തുള്ളിച്ചാടാൻ തുടങ്ങുകയാണ്. എന്തിനാണ്? ഒരിക്കലും കാണാൻ പറ്റൂല, നിന്നെ റിജക്ട് ചെയ്തു എന്ന് ഭഗവാൻ പറഞ്ഞു. ഇല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടേ നിനക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മുകുന്ദദത്തയുടെ വിശ്വാസം എത്രയുണ്ടെന്ന് നോക്കണം. എന്നെ ഒരിക്കലും കാണാൻ പറ്റൂല എന്നല്ല ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. എന്നോട് പറഞ്ഞത് എന്താണ്? മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് മുകുന്ദദത്ത ഭയങ്കര ഹാപ്പിയായി. ഇത് കേട്ടതും ചൈതന്യ മഹാപ്രഭുവിന് പറയുകയാണ്, ചൈതന്യ മഹാപ്രഭു, അത് നമുക്ക് അവസാനത്തെ പാർട്ട് മാത്രം വായിക്കാം. യെസ്. Because you are grateful
You were alleviated from all offense due to association with impersonalist. ഈ മായവാദികളോട് കൂടി സംസാരിച്ചിരുന്ന് യോഗവാസിഷ്ടവും പഠിച്ച് അവരോടുകൂടി പിന്നെ സംസാരിക്കുമ്പോൾ ഈ ഡിവോഷണൽ സർവീസിനെയൊക്കെ തള്ളിപ്പറഞ്ഞ ആളാണ് ആര്? മുകുന്ദദത്ത. അപ്പൊ മുകുന്ദദത്തയോട് ചൈതന്യ മഹാപ്രഭു, നീ ഇതൊക്കെ ചെയ്തെങ്കിലും ശരി തന്നെ, പക്ഷെ നീ നന്ദിയുള്ളവനാണ്, വിശ്വാസമുള്ളവനാണ്. കാരണം എന്താണ്? മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്നെ കിട്ടുമെന്ന് വിളിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി ചാടി അവിടെ നിന്ന് സന്തോഷിച്ചത് കൊണ്ട് എന്താണ്? നൗ ഐ ആം അലോയിങ് യു ടു സീ മീ. ഇപ്പൊ എന്നെ കാണാൻ നിന്നെ സമ്മതിക്കാം, വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. എന്ത് വിളിച്ചോണ്ട് വന്നപ്പോ മുകുന്ദദത്തയോട് പറയുകയാണ്, നീ നന്ദിയുള്ളവനാണ്. You were alleviated from all offense due to association with impersonalist. അതുകൊണ്ട് ഇംപേഴ്സണലിസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ ഒഫൻസും ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു. Now I am allowing you to see me. I have been conquered by you. I declared that you would see me after millions of birth, but you have become freed from them within a moment. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞാലേ നിനക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു നിമിഷത്തിൽ അതെല്ലാം കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആരെ അനുഗ്രഹിച്ചു? മുകുന്ദദത്തനെ കുറിച്ച് അനുഗ്രഹിച്ചു. യു ഹാഡ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ മൈ വേർഡ്സ്, ബട്ട് യു ഹാവ് ക്യാപ്ചേർഡ് മീ ഇൻ യുവർ ഹാർട്ട് ഫോർ എവർ. ഇതാണ് ചൈതന്യ മഹാപ്രഭു കരുണാവതാരം എന്ന് പറയുന്നത്, മഹാവദന്യായ എന്ന് പറയുന്നത്. നമ്മൾ നമോ മഹാവദന്യായ എന്ന് പറയൂലേ? എന്താണ്? ഇതിനേക്കാളും കാരുണ്യവാനായിട്ടുള്ള ഒരു വ്യക്തി ഈ ലോകത്ത് അവതരിച്ചിട്ടേ ഇല്ല. ഒരു കണ്ടീഷനും ഇല്ല അദ്ദേഹത്തിന്. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? നമുക്ക് ഈ വാക്കുകളിൽ ഫെയ്ത്ത് ഉണ്ടായാൽ മാത്രമേ. മുകുന്ദദത്തയോട് പറയുകയാണ്, യു ഹാഡ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ മൈ വേർഡ്സ്, ബട്ട് യു ഹാവ് ക്യാപ്ചേർഡ് മീ ഇൻ യുവർ ഹാർട്ട് ഫോർ എവർ. യു ആർ മൈ സിംഗർ ആൻഡ് യു ഓൾവേസ് അബൈഡ് വിത്ത് മീ. മുകുന്ദദത്ത അദ്ദേഹത്തിന്റെ ഗായകനാണ്. I was joking with you because you were a proper candidate. If you actually committed millions of offenses, they wouldn't be considered offenses because you are so dear to me. നീ എന്തൊക്കെ തെറ്റ് നീ ചെയ്തെന്നാലും ഒരു കുഴപ്പമില്ല, അതെല്ലാം ഈ ഒരു നിമിഷത്തിനുള്ളിൽ നിന്റെ വിശ്വാസം കാരണം അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മുകുന്ദദത്ത എന്ത് ചെയ്തിരിക്കുന്നു? മുകുന്ദദത്ത ഇത് കേട്ട് വളരെയധികം സന്തുഷ്ടനായി. എന്താണ് മഹാപ്രകാശലീല നമ്മൾ ഇന്ന് കേട്ടത്? മഹാപ്രകാശലീല എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു ആ 21 മണിക്കൂറുകൾ എക്സ്റ്റസിയിലായിരുന്ന സമയത്ത് വിവിധ ഭക്തന്മാരുമായിട്ട് അദ്ദേഹം സംവദിച്ചതാണ്. ഓരോ ഭക്തന്മാരുടെയും ഹൃദയത്തിലുള്ള ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു മഹാപ്രകാശലീല എന്ന് പറയുന്നത്. ഇതില് 4 പേരുടെ കാര്യം നമ്മൾ സംസാരിച്ചു. 1 മുരാരി ഗുപ്ത, 2 ഹരിദാസ് ഠാക്കൂർ, 3 അദ്വൈതാചാര്യ, 4 മുകുന്ദദത്ത. അപ്പോൾ ഇത്ര നേരവും നമ്മളോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഞാൻ പറഞ്ഞ കാര്യത്തിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൂടുതൽ വായിച്ച് അതിൻ്റെ അകത്ത് അറിവുള്ളവരൊക്കെ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ തിരുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അത് എല്ലാവർക്കും കേൾക്കുന്നത് പോലെ ഉള്ള ഒരു അവസരമാണിത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ദയവായിട്ട് പറയണം. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ മാജി? ആണോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഈ യോഗവാസിഷ്ടം മായാവാദികളുടെ ഒരു ഗ്രന്ഥമാണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ്. യോഗ വാസിഷ്ടത്തെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയില്ല മാതാജി. ഞാനിപ്പോ ചൈതന്യ
ഭാഗവതം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മഹാപ്രകാശ ലീലേനെ കുറിച്ച് വായിച്ചത് ആ പുസ്തകത്തിന്റെ നോട്ട്സ് ആണ് വായിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് ഈ യോഗവാസിഷ്ടത്തിനെയാണ് മായാവാദികൾ വളരെയധികം മികച്ച ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നതെന്ന് എഴുതിയിട്ടേ ഉള്ളൂ. എന്താണ് യോഗവാസിഷ്ടം എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. യോഗവാസിഷ്ടം എന്താണ് എന്ന് നമ്മൾ ആക്ച്വലി നമ്മളുടെ പരമ്പരയിൽ ആരും യോഗവാസിഷ്ടത്തിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടോ റെഫർ ചെയ്യുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയില്ല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു മാതാജി. വേറെ എന്തെങ്കിലും? ഓ, വേറെ ഒന്നുമില്ലെങ്കിൽ ക്ലോസ് ചെയ്യാം മാജി. ഓക്കെ, ക്ലോസ് ചെയ്യാം മാതാജി. ക്ലോസ് ചെയ്യട്ടെ മാജി? ഓക്കെ, താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.